students, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the third lecture on environmental studies. This lecture is based on industry and environment, which is the third module in the subject environmental studies for semester 1 students of BCom. In previous lecture, we were discussing about pollution. In previous lecture, we have mentioned about various types of pollution, and in this lecture, we are going to discuss about air pollution. As we all know, air is one of the most important component of environment. And നമ്മുടെ എയർ റിസോഴ്സസ് നേരിടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് എയർ പൊല്യൂഷൻ. നമുക്ക് എയർ പൊല്യൂഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. What do you mean by air pollution? Air pollution refers to the undesirable change occurring in air causing harmful effects on man and domesticated species. എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് എയറിൽ ഒക്കർ ചെയ്യുന്ന ഒരു അൺഡിസൈറബിൾ ചേഞ്ച് ആണ്, വിച്ച് മീൻസ് ഇറ്റ് ഈസ് ആൻ അൺസ്യൂട്ടബിൾ ചേഞ്ച് ഒക്കറിങ് ഇൻ എയർ ആൻഡ് ഇറ്റ് ക്യാൻ കോസ് ഹാർംഫുൾ ഇഫക്ട്സ് ഓൺ മാൻ ആൻഡ് ഡൊമസ്റ്റിക്കേറ്റഡ് സ്പീഷീസ്. ഹ്യൂമൻ ബീയിങ്സിലും ഡൊമസ്റ്റിക്കേറ്റഡ് സ്പീഷീസിലും ഒരു ഹാർംഫുൾ ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ എയർ പൊല്യൂഷന് കഴിയും. ബിക്കോസ് നമുക്കറിയാം എയർ എന്ന് പറയുന്നത് ലിവിങ് ഓർഗാനിസംസിൻ്റെ സർവൈവലിന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ എയറിൽ ഉണ്ടാകുന്ന അൺഡിസൈറബിൾ ചേഞ്ചിന് മാനിലും ഡൊമസ്റ്റിക്കേറ്റഡ് സ്പീഷീസിലുമൊക്കെ ഹാർംഫുൾ ഇഫക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. Air pollution occurs due to the presence of undesirable solid or gaseous particles in the air in quantities that are harmful to human health and the environment. അതായത് എയറിൽ അൺഡിസൈറബിൾ ആയിട്ടുള്ള സോളിഡ് പാർട്ടിക്കിൾസിൻ്റെയും ഗേഷ്യസ് പാർട്ടിക്കിൾസിൻ്റെയും പ്രസൻസ് ഹ്യൂമൻ ഹെൽത്തിനും എൻവയോൺമെൻറ്റിനും ഹാംഫുൾ ആകുന്ന ക്വാണ്ടിറ്റീസിൽ ആകുമ്പോഴാണ് എയർ പൊല്യൂഷൻ ഒക്കർ ചെയ്യുന്നത്. അതായത് എയറിൽ അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള സോളിഡ് പാർട്ടിക്കിൾസും ഗേഷ്യസ് പാർട്ടിക്കിൾസും ഹ്യൂമൻ ഹെൽത്തിനെയും എൻവയോൺമെൻറ്റിനെയും ഹാർംഫുള്ളി അഫക്റ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസിൽ പ്രസൻ്റ് ആണ്. ഇൻ സച്ച് എ കേസ് എയർ പൊല്യൂഷൻ ഒക്കേഴ്സ്. വാട്ട് ആർ ദ കോസസ് ഓഫ് എയർ പൊല്യൂഷൻ? എന്തൊക്കെ നാച്ചുറൽ കോസസ് ആണ് എയർ പൊല്യൂഷൻ ഉള്ളതെന്ന് ആദ്യം നോക്കാം. Natural causes such as volcanoes which release ash, dust, sulfur and other gases, or by forest fires that are occasionally naturally caused by lightning. Natural causesൽ വരുന്ന ഒന്നാണ് volcanoes. These volcanoes release ash, dust, sulfur and other gases. ഈ വോൾക്കാനോസ് ആഷും ഡസ്റ്റും സൾഫറും മറ്റ് ഗ്യാസസും ഒക്കെ റിലീസ് ചെയ്യുന്നു ആൻഡ് they causes air pollution. Or by forest fires. Forest fires occasionally naturally ആണ് ഒക്കർ ചെയ്യുന്നത് ആൻഡ് ദേ ആർ കോസ്ഡ് ബൈ ലൈറ്റ്നിങ്. ലൈറ്റ്നിങ് കൊണ്ടാണ് ഫോറസ്റ്റ് ഫയേഴ്സ് ഉണ്ടാകുന്നത്. നാച്ചുറലി ഒക്കറിങ് പൊല്യൂട്ടൻസ് ടെൻഡ് ടു റീമെയിൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഫോർ എ ഷോർട്ട് ടൈം ആൻഡ് ഡു നോട്ട് ലീഡ് ടു പെർമനൻറ്റ് അറ്റ്മോസ്ഫിയറിക് ചേഞ്ച്. ഇങ്ങനെ നാച്ചുറലി ഒക്കർ ചെയ്യുന്ന പൊല്യൂട്ടൻസ് ആണെങ്കിൽ they tend to remain in the atmosphere for a short time. ഷോർട്ട് ടൈമിലേക്കായിരിക്കും നാച്ചുറലി ഒക്കറിങ് പൊല്യൂട്ടൻസ് അറ്റ്മോസ്ഫിയറിൽ റീമെയിൻ ചെയ്യുന്നത് ആൻഡ് ദേ ഡു നോട്ട് ലീഡ് ടു പെർമനൻറ്റ് അറ്റ്മോസ്ഫിയറിക് ചേഞ്ച്. അറ്റ്മോസ്ഫിയറിൽ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഈ നാച്ചുറലി ഒക്കറിങ് പൊല്യൂട്ടൻസ് കൊണ്ട് ഉണ്ടാകുന്നില്ല. ഓക്കെ. എയർ പൊല്യൂട്ടൻസ് ആർ ഓഫ് ടു ടൈപ്സ്. എയർ പൊല്യൂട്ടൻസിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് primary pollutants and second one is secondary pollutants. വൺ ബൈ വൺ ആയിട്ട് പ്രൈമറി പൊല്യൂട്ടൻസും സെക്കൻഡറി പൊല്യൂട്ടൻസും എന്താണ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വാട്ട് ഡു യു മീൻ ബൈ പ്രൈമറി പൊല്യൂട്ടൻസ്? പൊല്യൂട്ടൻസ് ദാറ്റ് ആർ എമിറ്റഡ് ഡയറക്ട്ലി ഫ്രം ഐഡൻറ്റിഫയബിൾ സോഴ്സസ്. അതായത് ഐഡൻറ്റിഫയബിൾ സോഴ്സസിൽ നിന്നും ഡയറക്റ്റ്ലി എമിറ്റ് ചെയ്യുന്ന പൊല്യൂട്ടൻസ് ആണ് പ്രൈമറി പൊല്യൂട്ടൻസ്. അതായത് ഏതൊരു സോഴ്സിൽ നിന്നാണ് ഈ ഒരു പൊല്യൂട്ടൻ്റ് എമിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും.
It is produced by both natural events and human activities. പ്രൈമറി പൊല്യൂട്ടൻസ് നാച്ചുറൽ ഇവൻസിലൂടെയും ഹ്യൂമൻ ആക്ടിവിറ്റീസിലൂടെയും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒന്നാണ്. ഇറ്റ് മീൻസ് ദാറ്റ് വെൻ നാച്ചുറൽ ഇവൻറ്റ്സ് ഒക്കേഴ്സ് there is a chance of emitting primary pollutants, and at the same time primary pollutants can also be emitted by human activities. Human activities വഴിയും natural events വഴിയും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒന്നാണ് primary pollutants. These are carbon oxides, nitrogen oxides, sulfur oxides, hydrocarbons and suspended particulate matter. പ്രൈമറി പൊല്യൂട്ടൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നത്. കാർബൺ ഓക്സൈഡ്സ്, നൈട്രജൻ ഓക്സൈഡ്സ്, സൾഫർ ഓക്സൈഡ്സ്, ഹൈഡ്രോ കാർബൺസ് ആൻഡ് സസ്പെൻഡഡ് പർട്ടിക്കുലർ മാറ്റർ. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സെക്കൻഡറി പൊല്യൂട്ടൻസ്. വാട്ട് ഡു യു മീൻ ബൈ സെക്കൻഡറി പൊല്യൂട്ടൻസ്? Pollutants that are produced in the atmosphere when certain chemical reactions take place among the primary pollutants. അറ്റ്മോസ്ഫിയറിൽ പ്രൈമറി പൊല്യൂട്ടൻസ് തമ്മിൽ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊല്യൂട്ടൻസ് ആണ് സെക്കൻഡറി പൊല്യൂട്ടൻസ്. അതായത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് വഴിയും നാച്ചുറൽ ഇവൻറ്റ്സ് വഴിയും എമിറ്റ് ചെയ്യുന്ന പ്രൈമറി പൊല്യൂട്ടൻസ് തമ്മിൽ അറ്റ്മോസ്ഫിയറിൽ വെച്ച് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതാണ് സെക്കൻഡറി പൊല്യൂട്ടൻസ്. സെക്കൻഡറി പൊല്യൂട്ടൻസിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, carbonic acid, etc. In this lecture, we have discussed about the meaning of air pollution and the causes of air pollution. We will discuss the balance portion on air pollution in the next lecture. Thank you.